നമ്മൾ ഈ റിസൾട്ടിലേക്ക് എത്തിയാൽ ചാലക്കുടി മണ്ഡലം ആർക്കാണ് വിജയസാധ്യത? ചാലക്കുടി മാറി ചിന്തിക്കുമോ അതോ ബെന്നിയിൽ തന്നെ തുടരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഉത്തരം വളരെ വ്യക്തമാണ്. കാരണം അവിടെ ഒരു ആന്റി ഇൻകംബൻസി പറയുമ്പോൾ മണ്ഡലം നമുക്ക് നോക്കാം. ബെന്നി പൊന്നാണെന്ന് പറയുമോ ചാലക്കുടി മണ്ഡലം? ഇതാ വരുന്നു ചാലക്കുടി മണ്ഡലത്തിന്റെ ഫലസൂചന. UDF 44.5%, 44.5%, LDF 35.7%, BJP 17.8%, അറിയില്ല 2% എന്ന് പറഞ്ഞാൽ 9% വ്യത്യാസത്തിൽ ബെന്നി ബെഹനാൻ ഒരിക്കൽ കൂടി ചാലക്കുടിയിൽ നിന്ന് വിജയിക്കാൻ പോകുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. നേരത്തെ 47.81% 2019 വോട്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന സർവേ പ്രകാരം 44.5% ബെന്നി ബെഹനാന്റെ വോട്ട് കുറയുകയാണ്. അതായത് 2019 സവിശേഷ സാഹചര്യം നിലനിൽക്കുന്നില്ല. 2019 വോട്ട് ശതമാനത്തിൽ നിന്ന് 3% കുറയുമ്പോൾ 1% CPM വർദ്ധിക്കുന്നുമുണ്ട്. CPMന്റെ വോട്ട് ശതമാനം വർദ്ധിക്കുകയാണ് 1%. എന്നാൽ BJPയുടേത് 2% വർദ്ധിക്കുന്നു അവിടെ. അപ്പൊ ഇതാണ് കണക്ക്. ഏതായാലും ബെന്നി ബെഹനാൻ ആശ്വസിക്കാം. കാരണം ബെന്നി ബെഹനാൻ 9% ജയിച്ചു വരും. വളരെ സേഫാണ്. 9% എന്ന് പറയുന്നത് നല്ല മെജോറിറ്റി. അതെ, കഴിഞ്ഞ പ്രാവശ്യം 1,30,000 അടുത്തും കണ്ടാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 13%. ഇപ്രാവശ്യം 1 ലക്ഷം ടച്ച് ചെയ്യില്ലെങ്കിൽ കൂടി ഒരു 90,000-നും 1 ലക്ഷത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാൻ വിജയിച്ചു വരാം. അപ്പോഴും ഞാൻ പറയുന്നു, ഫെബ്രുവരി 8 വരെയാണ് ഈ സാമ്പിൾ എടുത്തത്. ചാലക്കുടിയിൽ ഒരു ഗംഭീര സ്ഥാനാർത്ഥി വന്നാൽ, അതായത് ചാലക്കുടിയിൽ ഇന്നസെന്റിനെ പോലെ അട്ടിമറിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഒരുപക്ഷെ ബെന്നി ബെഹനാനും നന്നായി വീർപ്പൊഴിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ബെന്നി ബെഹനാനും UDFും സുരക്ഷിതമാണ് ചാലക്കുടി മണ്ഡലത്തിൽ എന്നുള്ളതാണ്. അങ്ങനെ റിപ്പോർട്ടറിന്റെ ഈ മെഗാ പ്രീ പോൾ സർവേ 12 മണ്ഡലങ്ങളിലെ ഫലസൂചനകളാണ് ഈ സർവേയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 12-ൽ 3 ഇടങ്ങളിൽ LDF, 9 ഇടങ്ങളിൽ UDF എന്നുള്ളതാണ് ഇന്നത്തെ ടാലി. NDAക്ക് ഇതുവരെ കടന്നു വന്ന 12 മണ്ഡലങ്ങളിൽ ഒരിടത്തും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി വരേണ്ടത് വളരെ നിർണായകമായ മണ്ഡലങ്ങളാണ്. തൃശ്ശൂരും തിരുവനന്തപുരവും അടക്കമുള്ള മണ്ഡലങ്ങൾ ഇനി കാത്തിരിക്കുന്നു. ആരായിരിക്കും NDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമോ ഇല്ലയോ? തൃശ്ശൂരിൽ ആരായിരിക്കും? ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ വരും ദിവസങ്ങളിലും തുടരും. പ്രേക്ഷകർ തുടരുക. നാളെ വൈകുന്നേരം 6 മണിക്ക് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇനി കാണാം.